ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. 96 തത്വങ്ങളുടെ ഒരു തീക്ഷ്ണമായ യാത്രയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ജീവിതത്തിൽ നിരന്തരം നിർദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ഈ 96 തത്വങ്ങൾ എന്ന പേരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവയിൽ പലതും നമുക്ക് ബോധ്യമില്ലാതെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടെന്ന് പോലും അറിയാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവയിൽ ഏതു നിമിഷവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഒരു നിമിഷം പോലും അത് അറിയാതെ പോകുന്നതുമായിട്ടുള്ള ഒന്നാണ് നാഡികൾ. 10 നാഡികൾ എന്നതാണ് ഈ 96 തത്വങ്ങളിൽ പറയുന്ന മുഖ്യമായവ. ഇതല്ലാതെ 10,000-കണക്കിന് നാഡികൾ ഉണ്ടെന്നാണ് നാഡികളുടെ വഴി യാത്ര ചെയ്യുന്നവർ, അനുഭവിക്കുന്നവർ പറയുന്നത്. നമുക്ക് മനസ്സിലാവും ശരീരത്തിന്റെ ഓരോ ഭാഗത്തും വേദന വരുന്നതും ഓരോ ഭാഗത്തും അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ശരീരത്തിൽ ഇത്രയേറെ വിസ്തൃതമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെയെല്ലാം അതിന്റെ സംവേദനങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന ആ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ 96 തത്വങ്ങളിൽ പെടുത്തിയിട്ടുള്ളത് 10 കാര്യങ്ങളാണ്. ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ 10 കാര്യങ്ങളിൽ 3 കാര്യങ്ങളെയാണ് ഞാൻ അറിഞ്ഞത്, അനുഭവിച്ചത്, പഠിച്ചത്. ബാക്കി 7 ഞാൻ ഈ അവതരണത്തിന് വേണ്ടി പഠിച്ചതാണ്. പഠിച്ച് അതിനകത്തുകൂടെ പോയപ്പോ എനിക്ക് പലതും പല ഘട്ടങ്ങളിലും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അതെന്താണെന്ന് അറിഞ്ഞിട്ടല്ല കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ആദ്യത്തെ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് മാത്രമാണ് എന്റെ അനുഭവത്തിൽ നിന്നും പറയുന്നത്. ബാക്കിയുള്ളവ ഞാൻ റെഫർ ചെയ്തുണ്ടാക്കി പറഞ്ഞതാണ്. അതൊന്നും എന്റെ കോൺട്രിബ്യൂഷൻ അല്ല എന്നത് മനസ്സിലാക്കുക. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കയറാം. ഇന്ന് ഒരല്പം ഈ 10 ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നീളം അല്പം കൂടും. നീളം കൂടിയത് കൊണ്ട് തന്നെ അതിന്റെ നീളം കുറയ്ക്കാനായിട്ട്, സ്ഥല ഭയം മൂലം ഞാനതിന്റെ നീളം കുറയ്ക്കാനായിട്ട് കുറച്ച് വാചക കസർത്തുകൾ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ടുണ്ടാവും. ഒന്ന് സദയം പൊരുത്തമാവട്ടെ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. നമ്മൾ ദശനാഡികളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. The Dashanadis are the energy streams for functional execution. ഒരു ശരീരത്തിലെ ധർമ്മ നിർവഹണ ഊർജ സംവേദന ധാരകളാണ് നാഡികൾ. നിഷ്പക്ഷവും സാത്വികവും അടിസ്ഥാന ധർമാർത്ഥം അഗ്നിമണ്ഡലത്തിലൂന്നി മൂലാധാരം മുതൽ ബ്രഹ്മരന്ധ്രം വരെ ചെല്ലുന്ന സുഷുമ്നയും, ഇടം വലം പക്ഷങ്ങളിലായി തമോ രജോ ഗുണങ്ങളോടും സ്ത്രൈണ പൗരുഷ സ്വഭാവങ്ങളോടും നിഷ്ക്രിയ ചലനാത്മക ധ്രുവങ്ങളോടും കൂടി ചാന്ദ്ര സൂര്യ മണ്ഡലങ്ങളിലൂന്നി പരസ്പര പൂരകങ്ങളായ ഇടപിങ്കലകളും, പിന്നിൽ ഇടം വലം വശങ്ങളിൽ പെരുവിരലുകളിൽ നിന്നും കാന്ധയിലൂടെ കൺകോണുകൾ വഴി മനോസംവേദനം നടത്തുന്ന ഗാന്ധാരി ഹസ്ത ജിഹ്വകളും, സമാന്തരമായി മറുവശത്തെ ചെവി വരെ ചെന്ന് പോഷണ ആകർഷണങ്ങൾ നിർവഹിക്കുന്ന ഉഷ യശസ്വിനികളും, വിസർജന ധർമാർത്ഥം ഉദത്തിൽ നിന്നും കാന്ധയിലൂടെ തൊണ്ടയിലെത്തുന്ന അലംബുഷയും, തിരിച്ച് ലൈംഗിക ധർമാർത്ഥം ജനനേന്ദ്രിയത്തിലെത്തുന്ന ഹുഹുവും, കാന്ധയിൽ നിന്നും ഇടത് ചെവി വഴി തൊണ്ടയിലെത്തി അമൃതവർഷാർത്ഥം സഹസ്രാരപത്മത്തിന് താഴെ അവസാനിക്കുന്ന ശംഖിനിയുമാണ് ദശനാഡികൾ. ഇത് കേട്ടിട്ട് ഞെട്ടേണ്ട കാര്യമില്ല. ഇതെല്ലാം നിരന്തരം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇത് എന്തൊക്കെ പേരും അറിയില്ല, എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നും അറിയാതെ വന്നപ്പോ പറഞ്ഞല്ലോ 3 കാര്യങ്ങളെയാണ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവയെ ഞാൻ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് വളരെ ഭയത്തോടു കൂടിയാണ് ഞാൻ അതിനെ സമീപിച്ചത്, ഇവിടെ പറയണമല്ലോ എന്നുള്ളത് കൊണ്ട്. പക്ഷെ ആ സമീപനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇതെല്ലാം തന്നെ നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്യുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഇതാണ് അറിവിന്റെ കാര്യം. നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും, അത് അറിയുമ്പോഴേ ഇതാണല്ലോ എന്ന് അറിയുക. അതുപോലെയുള്ള ഒരു അറിവിലേക്ക് നിങ്ങൾ തുറന്നു വരാനായിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ നാഡികൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ശരീരത്തിലെ
ധർമ്മ നിർവഹണത്തിനു വേണ്ടിയാണ് ശരീരം പ്രവർത്തിക്കുന്നത്, അല്ലെ? ശരീരം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യം നിർവഹിക്കാനാണ്. അത് ധർമ്മങ്ങൾ എന്നുള്ള രൂപത്തിലാണ് ഓരോ നിമിഷവും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ധർമ്മ നിർവഹണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, എത്ര ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആര് ആണ് ഈ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ശരീരത്തിലെ ഓരോ അംഗങ്ങളും തമ്മിൽ. ശരീരം എന്നുള്ളത് ഒരു കൂട്ടം തത്വങ്ങളുടെ, ഒരു കൂട്ടം ഘടകങ്ങളുടെ ആകത്തുകയാണെന്ന് നമുക്കറിയാം. ഇവ ഓരോന്നും തമ്മിൽ സംവേദനം ചെയ്യേണ്ടതുണ്ട്. ഈ സംവേദനം വഴിയാണ് ഇവിടെ ചെയ്യണമെന്ന് അവിടെയും, അവിടെ ചെയ്യണമെന്ന് ഇവിടെയും അറിയുന്നത്. നടക്കുന്ന സമയത്ത് ഇടങ്കാലം മുൻപോട്ട് പോകുമ്പോൾ വലങ്കാല് പുറകോട്ട് പോയാലേ യാത്ര മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് ശരീരത്തിന് അറിയുന്നത് കൊണ്ടാണ്, ഈ സംവേദനം നടക്കുന്നത് കൊണ്ടാണ് ഇടതുകാൽ മുൻപോട്ട് പോകുമ്പോൾ വലതുകാൽ പുറകോട്ടും, വലതുകാൽ മുൻപോട്ട് പോകുമ്പോൾ ഇടതുകാൽ പുറകോട്ടും പോകുന്നത്. ഈ കോർഡിനേഷൻ നടക്കുന്നത് ഈ പരസ്പര സംവേദനം കൊണ്ടാണ്. അങ്ങനെ ധർമ്മ നിർവഹണത്തിന് വേണ്ടിയുള്ള സംവേദനങ്ങളാണ് ഈ നാഡികളിലൂടെ നടക്കുന്നത്. അപ്പൊ നാഡികൾ എന്ന് പറയുന്നത്, നാഡികളെ നമുക്ക് പൈപ്പ് ഒക്കെ നമുക്ക് പറയാം, പക്ഷെ നാഡികളെ നമുക്ക് കൃത്യമായിട്ട് തൊട്ട് അറിയാൻ കഴിയില്ല. അത് സംവേദന ധാരകളാണ്. തൊട്ടറിയാൻ തൊട്ടറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. നെർവസ് സിസ്റ്റത്തിനകത്തൂടെ പോകുന്ന പലതരം സ്ട്രീമുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോ ഇതൊന്നും നമുക്ക് തൊട്ടനുഭവിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. ഓരോ സത്തയ്ക്കും അത് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന ഊർജ സംവേദന ധാരകളാണ് നാഡികൾ എന്ന് പറയുന്നത്. അപ്പോ അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന 10 കാര്യങ്ങളെ കുറിച്ചാണ് 96 തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ഭൗതികമായി നമുക്ക് കണ്ടറിയാൻ പറ്റുന്നതും അനുഭവിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒന്നാണ് സുഷുമ്ന എന്ന് പറയുന്നത്. നട്ടെല്ലിന്റെ ഏറ്റവും അകത്തു നിന്നും നട്ടെല്ലിനകത്തു കൂടെ പോയിട്ട് നമ്മുടെ ഈ ഉച്ചിയുടെ താഴെ അവസാനിക്കുന്ന ആ ഒരു ഒന്നുണ്ടല്ലോ, അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്ന് നിഷ്പക്ഷമാണ്. ഇടതോ വലതോ ഇല്ല, സ്ത്രൈണതയോ പൗരുഷമോ ഇല്ല, അധികമോ ചെറുതോ ഒന്നുമില്ല. നിഷ്പക്ഷമായിട്ടാണ് അതിന്റെ പ്രവർത്തനം. ഒന്നിനോട് സ്വാധീനമില്ല. എന്തെങ്കിലും കൊണ്ട് ആകർഷിക്കപ്പെട്ടാൽ അതിനനുസരിച്ച് വഴി മാറി പോവുകയൊന്നുമില്ല. ജീവൻ എന്തു പറയുന്നു, ജീവന്റെ അടിസ്ഥാന തത്വം എന്തു പറയുന്നു, അത് സ്വയം സംഘാടകത്വം എന്ന് പറയുന്ന ഒരവസ്ഥ, സ്വയം പരിചരണം, സ്വയം സംരക്ഷണം, സ്വയം വംശീകരണം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണോ ജീവൻ പറഞ്ഞിട്ടുള്ളത് അത് നിഷ്പക്ഷമായി ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് ആധിക്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാത്വികമാണ്, സാത്വിക സ്വഭാവമാണ്. അത് അടിസ്ഥാന ധർമ്മങ്ങളെയാണ് നടപ്പിലാക്കുന്നത്. അടിസ്ഥാന ധർമ്മങ്ങളെ നടപ്പിലാക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച മണ്ഡലങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അഗ്നിമണ്ഡലത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ സംഭവം, അതിന്റെ സ്വഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സുഷുപ്ന പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അത് നമ്മുടെ മൂലാധാരം മുതൽ നട്ടെല്ലിന്റെ ഏറ്റവും താഴെയുള്ള അവസ്ഥ മുതൽ നട്ടെല്ലിലൂടെ കടന്ന് ബ്രഹ്മരന്ധ്രം വരെ. ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് ഇവിടെ നമ്മളും ഉപരിവ്യവസ്ഥയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തുറവ് ഇവിടെ ഉണ്ട്. ഈ തുറവി ഉണ്ട് എന്നുള്ളത് മെറ്റീരിയൽ ആയിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ എന്റെ ഉള്ളിൽ അങ്ങനെയല്ല, പക്ഷെ കുഞ്ഞുങ്ങളുടെ മുകളിൽ ഇവിടെ ഇങ്ങനെ ഒരു പതുപതുത്ത ഭാഗം കാണാൻ കഴിയും. ഞാൻ എന്റെ ഗുരുവിന്റെ ശിരസിൽ പലതവണ തൊട്ടനുഭവിച്ചതാണ്. അങ്ങനെ ഒന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമായ കാര്യവുമാണ്. അപ്പൊ മൂലാധാരം മുതൽ ബ്രഹ്മരന്ധ്രം വരെ ചെല്ലുന്ന സുഷുമ്നയാണ് ഇതിലെ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതും. സുഷുമ്ന തകർന്നു കഴിഞ്ഞാൽ, സുഷുമ്നയ്ക്ക് കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വ്യവസ്ഥ മുഴുവൻ താറുമാറാണ്. അപ്പോ അടിസ്ഥാന ജീവൽ പ്രക്രിയ മുഴുവൻ നടക്കുന്നത് സുഷുപ്നയിലാണ്. ഇനിയോ സുഷുപ്നയുടെ 2 വശത്തുമായിട്ട്, ഇടതും വലതുമായിട്ട് 2 മുഖ്യനാഡികൾ പോകുന്നുണ്ട്. ഇതും എനിക്ക് പരിചയമുള്ളതാണ്, നിങ്ങൾക്കും പരിചയമുള്ളതായിരിക്കും. നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയും പിങ്കളയും ഉണർത്താൻ വേണ്ടി ഇടത് നാസികയും വലത് നാസികയും കൈകാര്യം ചെയ്യുന്ന ഒരു ഇടത് നാസാരന്ധ്രവും വലത് നാസാരന്ധ്രവും അല്ലെങ്കിൽ മൂക്കിലെ ദ്വാരവും കൈകാര്യം ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. ആ ഇടം വലം, സുഷുമ്നയ്ക്ക് ഇടം വലം പക്ഷങ്ങളിലായി. ഇടം വലം, ആ ക്രമം ഓർക്കുക. ഇടത്തെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇടം വലം പക്ഷങ്ങളിലായി തമോ രജോ ഗുണങ്ങളോടെ. എന്താണ് ഈ തമോ ഗുണം? തമോ ഗുണം എന്ന് വെച്ചാൽ നിഷ്ക്രിയത്വം, അധികം കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നിദ്ര ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോഴാണ് റെസിലിയൻസ് സംഭവിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പുനർനിർമ്മാണം സംഭവിക്കുന്നത്. അപ്പോ ഞാൻ എന്നുള്ള സത്ത എന്റെ തമോഭാവത്തിൽ പോകുമ്പോഴേ എന്റെ ഉള്ളിലെ
പ്രവർത്തനങ്ങൾ, ശുചീകരണങ്ങളെല്ലാം നിർത്തുക. അപ്പൊ തമോ ഗുണം എന്ന് പറയുമ്പോൾ അത് മോശം ഗുണമാണെന്നല്ല കരുതാനുള്ളത്. അത് നിഷ്ക്രിയം എന്ന് പറയുമ്പോൾ വെളിയിൽ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോ അത്തരത്തിലുള്ള തമോ ഗുണത്തോടു കൂടിയാണ് ഇടത് നാഡി പ്രവർത്തിക്കുന്നത്, ഈ സുഷുമ്നയുടെ ഇടതുള്ള നാഡി പ്രവർത്തിക്കുന്നത്. അപ്പോ അതിന് പൂരകമാണ്, ഇതിന്റെ നേരെ എതിർദിശയിൽ അതിന്റെ പൂരകമായിട്ടാണ് വലതുവശത്തുള്ള നാഡി. അപ്പൊ ഇടത് നാഡിയെ നമ്മൾ ഇടനാഡി എന്നാണ് പറയാ. ഈട എന്നൊക്കെ പറയാറുണ്ട്, ഐഡ എന്നൊക്കെ പറയാറുണ്ട്. ഇടനാഡി. വലത് നാഡിയെയാണ് പിംഗള നാഡി എന്ന് പറയുന്നത്. പിംഗള വലത് നാഡി. അപ്പോ ഇടത് വശത്ത് ഉണ്ടാകുന്നതിന്റെ നേരെ റെപ്ലിക്കയാണ് വലതുവശത്തുള്ളത്, അതിന്റെ നേരെ പ്രതിഫലനമാണ് ഇപ്പുറത്തുള്ളത്. അപ്പോ ഇടം വലം പക്ഷങ്ങളിലായി തമോ രജോ ഗുണങ്ങളോടുകൂടി, ഇടതുവശത്തുള്ളത് തമോ ഗുണം, വലതുവശത്തുള്ളത് രജോ ഗുണം. എന്താണ് രജോ ഗുണം? നിൽക്കുന്ന ഒരവസ്ഥയിൽ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഈ നമ്മൾ വികൃതികളായ കുട്ടികളെ പോലെ നമ്മൾ ഒരിടത്ത് ഇരുത്തൂല, അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, ഒരിടത്ത് ഇരിക്കൂല, അതിങ്ങനെ നിരന്തരം നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കും. അപ്പോ ആ ഉണർത്തൽ എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു ജീവസത്തയെ എടുത്തു കഴിഞ്ഞാൽ ആ ജീവസത്തയുടെ അടിസ്ഥാന സ്വഭാവങ്ങളായിട്ടുള്ള സ്ത്രൈണ പൗരുഷങ്ങൾ ഉണ്ടല്ലോ, ആ സ്ത്രൈണ പൗരുഷങ്ങളിൽ ഇത് പ്രകടമായിരിക്കും. സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ വട്ടത്തിൽ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറയുന്നത് സ്ത്രൈണതയും പൗരുഷത്തെയും കുറിച്ചാണ്, സ്ത്രീയെയും പുരുഷനെയും കുറിച്ചാണ് ധരിക്കരുത്. അപ്പൊ സ്ത്രൈണമായിട്ടുള്ള ഒരവസ്ഥ വെച്ചാൽ അവൾ നിൽക്കുന്ന ആ ഒരു വട്ടത്തിൽ ഒതുങ്ങി നിൽക്കാനാകുമ്പോ നീളത്തിൽ ദൂരത്തേക്ക് യാത്ര ചെയ്യുകയും ഡൈനാമിക് ആയിട്ട് ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരവസ്ഥയെ പലതരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥയാണ് പൗരുഷത്തിന്റെ സ്വഭാവം. അപ്പോ നിഷ്ക്രിയ ചലനാത്മക സ്വഭാവങ്ങളാണ്. നിഷ്ക്രിയത എന്ന് പറയുന്നത് ഇടപക്ഷം, നിഷ്ക്രിയതയ്ക്ക് കാരണമാകുന്ന ആ ഒരു നാഡി, ഇടനാഡി എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ഇത് വലം പക്ഷത്ത് ഡൈനാമിക് ആയിട്ട് പുരുഷ സ്വഭാവത്തോടു കൂടി, രജോ സ്വഭാവത്തോടു കൂടി ഉള്ള ഒന്ന്. അപ്പൊ ഈ പക്ഷത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇടം നാഡിയും പിംഗള നാഡിയും, ഇടം നാഡി എന്ന് പറയുന്നത് സ്ത്രൈണതയാണ്, അതിന് ചാന്ദ്രമണ്ഡലവുമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടാവുക. ചാന്ദ്രമണ്ഡലം എവിടെയാണ് ഉണ്ടാവുക? അത് ശരിയായ രീതിയിൽ നമ്മുടെ വിശുദ്ധിക്ക് മുകളിലുള്ള ആ ഒരു ഭാഗമാണ് ചാന്ദ്രമണ്ഡലം എന്ന് പറയുന്നത്. അതിനാണ് പ്രാധാന്യം കൊടുക്കുക, അതിന്റെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കാൻ കാരണമാകുന്നതാണ് ഈ ഇടനാഡി എന്ന് പറയുന്നത്. അപ്പോ ചാന്ദ്ര സ്വഭാവമാണ് അതിനുണ്ടാവുക. ചാന്ദ്ര സ്വഭാവത്തോടു കൂടി ഉണ്ടാകുന്ന സമയത്ത് വലത് പിംഗള എന്ന് പറയുന്നത് സൂര്യമണ്ഡലത്തിലൂന്നി, സൂര്യമണ്ഡലം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ മണിപൂരകം മുതൽ വിശുദ്ധി വരെയുള്ള സ്ഥലം. ഈ സ്ഥലത്ത് പ്രവർത്തനങ്ങളെ ഡൈനാമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ പിംഗളയ്ക്കുള്ളത്. അപ്പൊ ഇത് സുഷുമ്നയുടെ 2 വഴികളിലൂടെ കടന്നിട്ട് ആജ്ഞയിൽ വെച്ചത് കൂട്ടിമുട്ടിയിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത്. ഇത് എവിടെന്നാ തുടങ്ങുന്നത്? മൂലാധാരത്തിൽ നിന്ന്. ശരിക്കും മൂലാധാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്? അല്ല, കാണ്ഡ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. കാണ്ഡയ്ക്കകത്തുള്ള ഒരു ഭാഗമാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. ഈ കാണ്ഡ എന്ന് പറയുന്നത് ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു കൂട് എന്ന് കരുതിയാൽ മതി. അതാണ് ജീവന്റെ പ്രാഗ് രൂപം എന്ന് പറയുന്നത്. ആ പ്രാഗ് രൂപത്തിന്റെ ആ ഇടത്ത് നിന്നുമാണ് തുടങ്ങിയിട്ട് അത് ശരീരത്തിന്റെ സുഷുമ്നയെ പല ഇടങ്ങളിലും തട്ടിയും മുട്ടിയും പോയിട്ട് അത് ആജ്ഞയിൽ വെച്ച് അത് ശരിയായ രീതിയിൽ കൂട്ടിമുട്ടി ആജ്ഞയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ സംഭവം സഹസ്രാരം വരെ ചെല്ലുന്നുണ്ട്. സുഷുമ്ന പോലെ തന്നെ സഹസ്രാരം വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇടപിംഗളകൾ. ഇപ്പൊ ഈ ഇടപിംഗളകളാണ് ഇപ്പൊ നമുക്ക് ക്രിയത്വം വരുത്തുന്നത് പിംഗളയാണ്. ഇപ്പൊ നമുക്ക് ഇണചേരുന്ന സമയത്ത് പിംഗളനാടി ഉണർന്നിരുന്നുണ്ടെങ്കിലാണ് നമുക്ക് പുരുഷ സന്താനം ഉണ്ടാവുക. ഇടനാടിയെ ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് ഇണചേരൽ ആണെങ്കിലാണ് നമുക്ക് സ്ത്രീ സന്താനം ഉണ്ടാവുക. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഓരോ നിമിഷവുമുള്ള സ്ത്രൈണ പൗരുഷ സ്വഭാവങ്ങൾ, ക്രിയാനിഷ്ക്രിയ സ്വഭാവങ്ങൾ എല്ലാം തന്നെ ഈ ഇടപെങ്കലുകളുടെ പ്രവർത്തനം വഴിയാണ് സംഭവിക്കുന്നത്. അപ്പോ ഈ 3 കാര്യങ്ങൾ, ഒന്ന് സുഷുപ്ന, ഇട, പിംഗള, ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നാഡിശുദ്ധി പ്രാണായാമം പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവയാണ് നമ്മുടെ ശരീരത്തിന്റെ വൈകാരിക യുക്തികളെ. ഇപ്പോ ഇടം വശം ആണ് നമ്മൾ ഇടയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഇട പ്രവർത്തിക്കുമ്പോൾ വലത് മസ്തിഷ്കമാണ് പ്രധാനമായിട്ടും ഫോക്കസ്ഡ് ആവുക. അത് നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം പിംഗളയാണ് പ്രവർത്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇടം മസ്തിഷ്കമാണ്. മസ്തിഷ്കം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇടം മസ്തിഷ്കമാണ് അവിടെ പ്രവർത്തിക്കുക. ആ സമയത്ത്
നമ്മുടെ യുക്തിയാണ് കൂടുതൽ പ്രവർത്തിക്കുക. അപ്പോ ഈ താളയുക്തികളും ഒക്കെ ബാലൻസ്ഡ് ആയി പോവാൻ ഈ ഇടപിങ്ങളകളെ തുലനം ചെയ്യുക എന്നുള്ളൊരു പ്രക്രിയ അനാദികാലം മുതൽ മനുഷ്യർ ചെയ്തു വരുന്നുണ്ട്. അവ തുലനമായിരിക്കുമ്പോൾ മാത്രമാണ് ജീവിതം ഏറ്റവും രസകരമായിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പോ സുഷുമ്ന, ഇട, പിങ്കള ഈ 3 കാര്യങ്ങളായി. ഇനി ഇടയ്ക്കും പിങ്കളയ്ക്കും പുറകിലായിട്ട് ഇടം വലം വശങ്ങളിൽ, അപ്പോഴും ഇടത് വലത് വശങ്ങളാണ്, പെരുവിരലിൽ നിന്നും കാണ്ഡയിലൂടെ കൺകോണുകൾ വഴി, കാണ്ഡ എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ, നമ്മുടെ മൂലാധാരത്തിന് താഴെയുള്ള വശം. അപ്പോ ഇടത് പെരുവിരലിൽ നിന്നും തുടങ്ങിയിട്ട് കാണ്ഡയിലൂടെ വന്ന് കൺകോണുകൾ വഴി ആജ്ഞയിലേക്ക് സംവേദനം നടത്തുന്ന ഒന്നാണ് ഗാന്ധാരി എന്ന് പറയുന്ന ഒന്ന്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇടതുപക്ഷത്തെ ഇടത് സംവേദനങ്ങളെയെല്ലാം, ഇടതുവശത്തെ പ്രവർത്തനങ്ങളെയെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് ഗാന്ധാരി. അതേസമയം ഹസ്തജിഹ്വ എന്ന് പറയുന്നത് ഇതിന് സമാന്തരമായിട്ട് വലതുവശത്ത് കൈകാര്യം ചെയ്യുന്ന, വലതുവശത്തെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഹസ്തജിഹ്വ എന്ന് പറയുന്നത്. അപ്പൊ ഇവയുടെ ധർമ്മങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പലതും പറയുന്നുണ്ട്, ആചാര്യന്മാര് പലതും പറയുന്നുണ്ട്, വ്യക്തമായിട്ട് എനിക്കറിയില്ല. അതിന് പകരം നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതൊരു പക്ഷെ രാജേന്ദ്രേട്ടൻ ഇത് കഴിയുമ്പോൾ പറഞ്ഞു തരുമായിരിക്കും. ഗാന്ധാരി എന്ന് പറയുന്നത് നമ്മുടെ ഇടതുവശത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന, ആ ഇടതുവശത്തെ പ്രവർത്തനങ്ങളെ, സംവേദനങ്ങളെ എല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് ഗാന്ധാരി. വലതുവശത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹസ്തജിഹ്വയാണ്. അപ്പോ ഇടം വലം വശങ്ങളിൽ പെരുവിരലിൽ നിന്നും കാണ്ഡയിലൂടെ കൺകോണുകൾ വഴി മനോസംവേദനം നടത്തുന്നു. അവിടെയെല്ലാമുള്ള ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടത് എന്ന് സംവേദനം നടത്തുന്നതാണ് ഗാന്ധാരിയും ഹസ്തജിഹ്വയും. ഹസ്തജിഹ്വ എന്ന് പറയുന്നത് ഈ ആനയുടെ നാവെന്നാണ് അതിനർത്ഥം. അപ്പൊ അതുപോലെയുള്ള പ്രവർത്തനമാണ് ഇത് കാണിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ തൊട്ടറിയാത്തത് കൊണ്ട്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും റെഫറൻസിലൂടെ കിട്ടിയതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള അറിവ് എനിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ എന്റെ ധർമ്മം. അടുത്തത്, ഇതിന് സമാന്തരമായിട്ട് മറുവശത്തെ ചെവി വരെ ചെന്ന്, അതായത് നമ്മൾ ഇടത് പെരുവിരലിൽ നിന്നും കാണ്ഡയിലൂടെ തുടങ്ങി കണ്ണിലേക്ക് എത്തുന്നത് എന്നാണ് തൊട്ടു മുമ്പിൽ പറഞ്ഞത്. ഇടത് പെരുവിരലിൽ തുടങ്ങി കാണ്ഡയിലൂടെ കടന്ന് വലത് ചെവി വരെ ചെന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് പുഷ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ പോഷിപ്പിക്കുക, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പോഷിപ്പിക്കുക, കോശപ്രവർത്തനങ്ങൾ പോഷിപ്പിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ പോഷിപ്പിക്കുക, ശരീരത്തെ പോഷിപ്പിക്കുക. ഈ പോഷണം എന്ന് പറയുന്ന കാര്യം നടത്തുന്നത് പുഷയാണ്. ആ വാക്ക് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലോ. അപ്പോ അത് നമ്മളെ പോഷിപ്പിക്കുന്നതാണെങ്കിൽ ഇതിന് എതിർ ദിശയിലുള്ള, ഇതിന്റെ എതിർപക്ഷത്തുള്ള വേറൊന്നാണ് യശസ്വിനി എന്നുള്ളത്. യശസ് നിങ്ങൾക്കറിയാം, നമ്മുടെ യശസ് വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ കീർത്തി വർദ്ധിപ്പിക്കുന്ന ശേഷികൾ, നമ്മുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ എല്ലാം കീർത്തിയോടുകൂടി വെളിയിലേക്ക് കൊണ്ടുവരുന്ന, നമ്മളെ മറ്റുള്ളവയെ നമ്മിലേക്ക് ആകർഷിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം തന്നെ, നമ്മുടെ ശേഷികൾ, നമ്മുടെ സോഫ്റ്റ് സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ളതാണ് യശസ്വിനി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത്, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ശരീരത്തെ പോഷിപ്പിക്കുന്നത് പുഷയും, ഇതിന്റെ എതിർപക്ഷത്ത് വലത് പെരുവിരലിൽ നിന്നും കാണ്ഡ വഴി ഇടത് ചെവി വരെ പോയി ആ ധാരയിലൂടെ കിടക്കുന്ന യശസ്വിനിയാണ് നമ്മളുടെ ആകർഷണ സ്വഭാവത്തെ നിർണയിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ പുഷ യശസ്വിനികൾ ഈ 2 പാരലലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി വിസർജനം എന്നുള്ളൊരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളത്. അപ്പോ വിസർജന ധർമ്മം നടപ്പിലാക്കാനായിട്ട് നമ്മുടെ ഗുദത്തിൽ നിന്നും കാണ്ഡയിലൂടെ തൊണ്ടയിലെത്തുന്ന ഒന്നാണ് ആലംബുഷം. അത് നമ്മുടെ ശരീരത്തിലെ എല്ലാത്തരം വിസർജനങ്ങളെയും അത് പോഷിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ മലവിസർജനം മാത്രമല്ല, മൂത്രവിസർജനം, മറ്റേ വിയർപ്പിന്റെ വിസർജനം തുടങ്ങി ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിസർജന പ്രക്രിയകളും, ശരീരത്തിൽ ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും വെളിയിലേക്ക് കളയുന്നത് അലംബുഷയാണ്. അലംബുഷയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വികാരങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളെ പോലും വെളിയിലേക്ക് കളയുന്നതാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ, ഇപ്പൊ മനസ്സിന് ബ്ലോക്കുള്ള ഒരാളുടെ ആ ഉള്ളില് അഴുക്കുകൾ കെട്ടിക്കിടക്കും, മനസ്സിന്റെ അഴുക്കുകൾ കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന അഴുക്ക് എങ്ങനെയാണോ കെട്ടിക്കിടന്ന് നാറുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അയാളുടെ മലവും പ്രവർത്തിക്കുക.
അയാളെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പരിസരത്ത് നമുക്ക് പോകാൻ പറ്റില്ല, അതുമാതിരി ദുർഗന്ധമായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം തന്നെ അലംബുഷയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോ വിസർജന ധർമ്മം ഡെവലപ്പ് ചെയ്യുന്നത് ഗുദത്തിൽ നിന്നും കാണ്ഡയിലൂടെ തൊണ്ടയിലെത്തുന്ന അലംബുഷയാണ് എന്നത് അറിയുക. ഇനി അപ്പോ ഗുദത്തിൽ നിന്നും കാണ്ഡയിലൂടെ തൊണ്ടയിലെത്തി, ഇനി തൊണ്ടയിലെത്തിയിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ ജനനേന്ദ്രിയം വരെ എത്തും. ഇവിടെ നിന്നും തിരിച്ച് ജനനേന്ദ്രിയം വരെ എത്തുന്നതാണ് കുഹു. ഈ കുഹുവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ലൈംഗിക ധർമ്മങ്ങളെ നിർവഹിക്കലാണ്. മറ്റേത് വിസർജന ധർമ്മമാണെങ്കിൽ, അലംബുഷ വിസർജന ധർമ്മമാണെങ്കിൽ ഇത് ലൈംഗിക ധർമ്മങ്ങളെ നിർവഹിക്കുന്നത്. ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മൾ നമ്മുടെ ലൈംഗിക പ്രക്രിയകളെല്ലാം തന്നെ നമ്മുടെ വിസർജനാവയവങ്ങൾ വഴിയാണല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോ അതുപോലെ തന്നെ ഇത് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ലൈംഗിക ധർമ്മങ്ങൾ നടപ്പിലാക്കുന്നത് ജനനേന്ദ്രിയം വരെ എത്തുന്ന, അതായത് തൊണ്ടയിൽ നിന്നും ലൈംഗിക അവയവങ്ങൾ വരെ എത്തുന്ന കുഹു എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തനം ഉണ്ടാവുക. അപ്പോ ഇവിടുന്ന് തൊണ്ടയിൽ നിന്നും താഴത്തേക്ക് പോകുന്ന ആ ഊർജമാണ് ജനനേന്ദ്രിയ പ്രവർത്തനങ്ങൾക്കും പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നത്. ഇതേ കാര്യത്തെ തന്നെ തിരിച്ചൊഴുക്കിയാലാണ് ലൈംഗിക ഊർജ പരിവർത്തനം അഥവാ സെക്ഷുവൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകും. ഇത് താഴത്തോട്ട് ഇറങ്ങിപ്പോകാതെ, അത് പോകാതെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോകാതെ ബ്ലോക്ക് ആകുന്ന സമയത്താണ് ലൈംഗിക വൈകൃതങ്ങളും ലൈംഗിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതേസമയം അതിനെ അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി തിരിച്ചൊഴുക്കിയാൽ അത് കുഹുവിന്റെ എന്താ പറയാ സെക്ഷുവൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഈ സംഭവം എനിക്ക് പരിചയമുള്ള കാര്യമാണ്. ഈ കുഹുവിന്റെ പ്രവർത്തനം എനിക്ക് പരിചയമുള്ളതാണ്. ആ പേര് ഇങ്ങനെയാണ്, ഇവിടം മുതൽ ഇവിടം വരെയാണെന്നുള്ളത്, അതിന്റെ തുടക്കം ഇതാണ് ഒടുക്കം ഇതാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കാണ്ഡയിൽ നിന്നും, അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തി, മറ്റേ ആദ്യം ഗുദത്തിൽ നിന്നും കാണ്ഡ വഴി തൊണ്ട വരെ എത്തി വിസർജന പ്രക്രിയയുടെ കാര്യത്തിന്. പിന്നെ അവിടെ നിന്നും ജനനേന്ദ്രിയം വഴി തിരിച്ച് ഒഴുകി, അപ്പോ ലൈംഗിക പ്രക്രിയയായി. ഇനി കാണ്ഡയിൽ നിന്നും ഇടതു ചെവി വഴി തൊണ്ടയിലെത്തി, അതിനുശേഷം പല പിരിവുകളിലൂടെ പോയി. അതെന്തൊക്കെയാണെന്ന് പറയാൻ എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. തൊണ്ടയിലെത്തി അമൃതവർഷാർത്ഥം സഹസ്രാര പത്മത്തിന് താഴെ അവസാനിക്കുന്നതാണ് ശംഖിനി എന്ന് പറയുന്നത്, 10ാമത്തെ നാഡി ശംഖിനി. അപ്പോ ഇടത് ചെവി വഴി തൊണ്ടയിലെത്തി. ഈ ഇടത് ചെവി വഴി തൊണ്ടയിലെത്തുക എന്നുള്ള കാര്യം ഇങ്ങനെ വളയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് അങ്ങനെയാണെന്ന് ആചാര്യന്മാർ പറയുന്നു, നമ്മൾ ഇവിടെ പറയുന്നു. പക്ഷെ അത് തൊണ്ടയിലെത്തും. തൊണ്ടയിലെത്തിയിട്ട് അമൃതവർഷം, എന്താണ് ഈ അമൃതവർഷം എന്ന് പറയുന്നത്? നമ്മൾ സഹസ്രാര പത്മത്തോട് കണക്ട് ആവുന്ന സമയത്ത്, നമ്മൾ ഇവിടേക്ക് ആ തുറവി ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് മുകളിൽ നിന്നും കിനിമ്, സോമരസം എന്നുള്ള ഒരു അവസ്ഥ നമ്മളിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ പ്രാപഞ്ചിക അവസ്ഥയുമായിട്ട്, പ്രാപഞ്ചിക ഊർജവുമായിട്ട് കണക്ട് ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു പ്രവാഹം വന്നുകൊണ്ടിരിക്കും. ഇത് അനുഭവവേദ്യമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു പക്ഷേ അനുഭവം ഉണ്ടായിരിക്കും. ആ അനുഭവം, ആ ഒഴുകി വരുന്ന സോമരസത്തിന്റെ അനുഭവം, അതാണ് അമൃതവർഷം എന്ന് പറയുന്നത്. അമൃതവർഷത്തിന് വേണ്ടിയിട്ട്, ആ അമൃതവർഷത്തെ ഉണർത്തുന്ന രീതിയിൽ സഹസ്രാരത്തിന്റെ താഴെ അവസാനിക്കുന്നതാണ് ശംഖിനി എന്നാണ് പറയുന്നത്. ഈ ശംഖിനി എന്നുള്ള പേരൊക്കെ ഞാൻ ഇന്നലെയാണ് പരിചയപ്പെടുന്നത്. പക്ഷെ ഈ അനുഭവം, ഇതിന്റെ ഉപയോഗം നമ്മൾ പ്രാണസാധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോ ഈ രൂപത്തിലാണ് ഇവയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതല്ലാതെ ഇവയുടെ ഉപനാഡികളായിട്ട് ഇഷ്ടംപോലെ എണ്ണം നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ 96 തത്വങ്ങളിലെ 96 എന്നുള്ളത് ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഈ പറയുന്ന നാഡികൾ. അതായത് ഒന്ന് സുഷുമ്ന, മൂലാധാരം മുതൽ നട്ടല് വരെ പോകുന്ന സുഷുമ്ന, അതിന്റെ ഇടതും വലതുമായിട്ട് നിന്നിട്ട് പ്രവർത്തിക്കുന്ന ഇടപിങ്കളകള്, അതിന്റെ തൊട്ടുപുറകിലായിട്ട് പ്രവർത്തിക്കുന്ന ഗാന്ധാരി ഹസ്തജിഹ്വകള്, അതിനുശേഷം നമ്മുടെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നിന്നിട്ട് നമ്മുടെ പോഷണവും അതുകൊണ്ട് നമ്മുടെ യശസ്സും വർദ്ധിപ്പിക്കുന്ന യശസ്വിനികള്, അതുപോലെ തന്നെ വിസർജനം എന്നുള്ള പ്രക്രിയയെ നമ്മിലേക്ക് കൊണ്ടുപോകുന്ന, ഡെവലപ്പ് ചെയ്യുന്ന അലംബുഷ, അതിന്റെ തന്നെ മറ്റൊരു പക്ഷമായിട്ടുള്ള മറ്റൊരു വശം, അത് പുറകിലൂടെ ആണ് വരുന്നതെങ്കിൽ അതിനെ മുമ്പിലൂടെ വന്ന് അതിന്റെ പ്രവർത്തനത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ വംശീകരണത്തിനെയും ലൈംഗിക ഊർജത്തെയും ലൈംഗിക ഊർജ പരിവർത്തനത്തെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന കുഹു, ഇതിനൊക്കെ അപ്പുറത്ത് സാക്ഷാത്കാരത്തിന്റെ വഴികളിലേക്ക്, നമ്മളെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശംഖിനി. ഇവയാണ് ദശനാഡികൾ.
ഈ നാഡികളുടെ പ്രവർത്തനം വഴിയാണ് ശരീരത്തിലെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. ഇനി ഇവയെ ഉപജീവിച്ചുകൊണ്ടുള്ള ഉപനാഡികൾ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്റെ ഈ കൈയുടെ പെരുവിരലിൽ ഒരു സൂചി കുത്തിയാൽ അറിയുന്നതല്ല, അവിടുന്ന് 1 മില്ലിമീറ്റർ മാറിയിട്ട് എന്റെ മേലെ ഒരു എറുമ്പ് കടിച്ചാൽ ഉണ്ടാവുന്ന അനുഭവം. ഇതെല്ലാം വ്യത്യസ്ത അനുഭവങ്ങളാണ്. അപ്പോ ഇവയെല്ലാം നമ്മളിപ്പോ ചൈനീസ് മർമ്മ രീതിയെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രീമുകളെ, ഒരുപാട് നാഡീധാരകള് നമുക്ക് കാണാൻ കഴിയും. ഭാരത രീതിയിൽ ഇപ്പൊ നമ്മുടെ മർമ്മവിദ്യ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോവുകയാണെങ്കിൽ ഇവയെ കുറിച്ചുള്ള വളരെ 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 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കാണാൻ കഴിയും. പക്ഷെ അവയെല്ലാം കൂടെ 96 കൊണ്ട് ഒതുക്കാൻ കഴിയും. അപ്പോ ഇതിന്റെ മുഖ്യധാരകൾ ഇതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഈ 10 നാഡികളാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഇതിൽ 4 5 ആണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ 3 പേര് എനിക്കറിയില്ലായിരുന്നു, മറ്റുള്ളവയുടെ പേര് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ് കൈകാര്യം ചെയ്തത് ബാക്കിയും കൂടെ ഒരു 4 5 മാത്രമാണ്. ബാക്കിയുള്ളത് നമുക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിരന്തരം നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും പക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, പക്ഷെ നിങ്ങൾ നിരന്തരം ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ചെറിയ ഭേദങ്ങൾ വരുത്താൻ പറ്റും, തിരുത്തലുകൾ വരുത്താൻ പറ്റും, നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ആ അറിവിലേക്കുള്ള ഒരു തുറവിയായിട്ട് ഈ ഒരു പരിചയപ്പെടൽ എടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ചയോഗ സാധനയുടെ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഇവയെല്ലാത്തിനെയും ഉണർത്തിയെടുക്കുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ 5 ഇതുപോലെ ഇവയെല്ലാം ഉണർത്തിയെടുക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നത് കൂടെ. ഇപ്പോ ചയോഗ സാധനയിലൂടെ, പിന്നെ പ്രാണക്രമീകരണത്തിലൂടെ, ചലനക്രമീകരണത്തിലൂടെ, ശ്രദ്ധാക്രമീകരണത്തിലൂടെ, പിന്നീട് നമ്മൾ പ്രാണസാധനയിലേക്ക് കടക്കുന്ന സമയത്ത് ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും ഇവയെ ഉദ്ദീപിപ്പിക്കാനും അവയുടെ പ്രയോജനം സിദ്ധിക്കാനും നമുക്ക് കഴിയും. അപ്പൊ ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.